ബംഗാളിൽ തീവണ്ടി അപകടമുണ്ടായിരിക്കുകയാണ്. പാസഞ്ചർ ട്രെയിൻ ചരക്ക് ട്രെയിനിൽ ഇടിച്ചു. പാസഞ്ചർ തീവണ്ടിയുടെ 2 കോച്ച് പാളം തെറ്റി. അനൂപ് ദാസ് വിവരങ്ങൾ നൽകും. അനൂപ്, ഈ ദൃശ്യങ്ങൾ ഭയാനകമാണ്. ഒന്ന് ചരക്ക് വാഹനമാണ്, മറ്റൊന്ന് പാസഞ്ചർ ട്രെയിനും. അപകടം സംബന്ധിച്ച വിവരങ്ങൾ എന്താണ്? അഗർത്തലയിൽ നിന്ന് അഗർത്തലയിൽ ഉൾപ്പെടെയുള്ള യാത്രക്കാർ സഞ്ചരിച്ച ട്രെയിനിലേക്കാണ് ട്രെയിൻ ഇടിച്ചത്. സേലം കാഞ്ചൻജംഗ എക്സ്പ്രസ് ആണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഒരു ചരക്ക് തീവണ്ടി ഈ പാസഞ്ചർ തീവണ്ടിയിലേക്ക് ഇടിച്ചാണ് അപകടം ഉണ്ടായതെന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ പാസഞ്ചർ തീവണ്ടിയുടെ 2 കോച്ചുകൾ പാളം തെറ്റി. ആ 2 കോച്ചിലും ഉണ്ടായിരുന്ന ആളുകളാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അതിൽ കുറച്ചാളുകൾ ഇപ്പോഴും ഈ അപകടത്തിൽപ്പെട്ട കോച്ചുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന വിവരം ലഭിക്കുന്നു. ഏതാണ്ട് 10ഓളം ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ ആംബുലൻസുകൾ അപകട സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ഈ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. NDRFന്റെ 2 സംഘം അപകട സ്ഥലത്തേക്ക് തിരിച്ചു. അവർ ഏതാണ്ട് 1 മണിക്കൂറിനകം തന്നെ എത്തുമെന്നാണ് ബംഗാൾ സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്ന ഒരു കാര്യം. മറ്റൊന്ന്, ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്ന അപകടത്തിൽപ്പെട്ടിരിക്കുന്ന 2 കോച്ചുകളിലെ ഏതാണ്ട് 150ഓളം പേർ ഉണ്ടായിരുന്നു എന്നതാണ്. ഈ 150ഓളം പേരിൽ 10 പേർക്കാണ് ഇപ്പോൾ പരിക്കേറ്റുള്ളത്. കുടുങ്ങിക്കിടക്കുന്ന ആളുകളുടെ എണ്ണം വ്യക്തമല്ല, എത്ര ആളുകൾ ഉണ്ട് എന്ന് വ്യക്തമല്ല. ഈ 2 കോച്ചുകൾ ഒഴികെ മറ്റു കോച്ചുകളിലുള്ള ആളുകൾക്കാണ് കാര്യമായ അപകടമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന വിവരം ലഭിക്കുന്നു. ആശ്വാസമായിട്ടുള്ള വിവരം ലഭിക്കുന്നു. ഇന്ന് രാവിലെ 9 മണിക്കാണ് അപകടം ഉണ്ടായത്. പാസഞ്ചർ തീവണ്ടിയിലേക്ക് ചരക്ക് തീവണ്ടി ഇടിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമികമായിട്ടുള്ള വിവരം. അനൂപ്, ഈ പരിക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം എങ്ങനെയാണ്? ഈ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്നവരടക്കം ഇതിൽ പങ്കാളികളാകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മറ്റ് സേനകളുടെയോ മറ്റോ സഹായം ലഭ്യമായിട്ടുണ്ടോ? അത് നമ്മൾ ഇപ്പോ അടുത്ത കാലത്ത് കണ്ട വലിയൊരു അപകടം ബാലസോറിലേതായിരുന്നു. ആ അപകടത്തിൽ ഒരുപാട് കോച്ചുകൾ ഈ അപകടത്തിൽപ്പെട്ട് ആളുകൾക്ക്, അതിലുള്ള ആളുകൾക്ക് തന്നെ മറ്റാളുകളെ രക്ഷപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആയിരുന്നു. അത് രാത്രിയുമായിരുന്നു അപകടം. ഇപ്പോൾ പകലാണ് അപകടം സംഭവിച്ചിട്ടുള്ളത്. 2 കോച്ചിൽ മാത്രമാണ് കാര്യമായ കുഴപ്പമുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ 2 കോച്ചുകളിലുള്ള ആളുകളൊഴികെ മറ്റു കോച്ചുകളിലുള്ള ആളുകൾക്ക് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണകരമായിട്ടുള്ള ഒരു കാര്യമായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ട്രെയിനിലുള്ള ആളുകൾ തന്നെ രക്ഷാപ്രവർത്തനത്തിന് ആദ്യം നേതൃത്വം നൽകി. പിന്നീട് പോലീസ് എത്തി. ഇപ്പോൾ NDRF സംഘവും എത്തിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിന് വേഗം കൂടുന്നു. കൂടുതൽ ആംബുലൻസുകൾ ഇവിടേക്ക് അയക്കണമെന്ന് മമതാ ബാനർജി മുഖ്യമന്ത്രി ഉത്തരവിട്ടിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനുള്ള കൃത്യമായ സംവിധാനം ജില്ലാ ഭരണകൂടം ഇടപെട്ട്, ഡാർജിലിംഗ് ജില്ലാ ഭരണകൂടം ഇടപെട്ട് നടത്തുന്നുമുണ്ട്. എന്തായാലും ഒരു കാര്യം, ബാലസോർ പോലെ അതിരൂക്ഷമായ അല്ലെങ്കിൽ ഒരുപാട് കേസുകാഴ്ച ഉണ്ടാവുന്ന തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. ഗുരുതരമായ പരിക്ക് പറ്റിയ ആളുകൾ പോലും ഇപ്പോൾ പരിക്ക് പറ്റിയവരില്ല. ഗുരുതരമായ പരിക്കല്ല അവർക്കുള്ളത്. ഇനി കുടുങ്ങിക്കിടക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താണ് എന്നതാണ് വിഷയം. അത് NDRF സംഘം കൂടി എത്തുന്നതോടുകൂടി അവരെ വളരെ പെട്ടെന്ന് പുറത്തേക്ക് എടുക്കാൻ കഴിയുമെന്ന പ്രാഥമികമായ വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ശരി, അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്. ബംഗാളിൽ ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. പാസഞ്ചർ ട്രെയിനും ചരക്ക് വാഹനവും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. 2 ബോഗികളിലുണ്ടായിരുന്ന ആളുകളാണ് അപകടത്തിൽപ്പെട്ടത്. 7 പേരെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മറ്റുള്ളവരെ, കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ കൂടി തുടരുകയാണ്. അനൂപ് ദാസ് വിവരങ്ങൾ നൽകിയത്.